ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ ഉമ്മ ഹജ്ജിന് പോയെന്ന് എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹജ്ജിന് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയതൊക്കെ. അപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഉള്ള കുറച്ച് എന്തൊക്കെയാണ് പാക്ക് ചെയ്തത് അങ്ങനെയെന്നുള്ളത്. ഇപ്പോൾ കുറേ പേർക്ക് പാക്കിങ് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. കാരണം അവർ ഓരോ പ്രാവശ്യം ഇങ്ങനെ പോയി ഓരോന്ന് വാങ്ങി വന്ന് വീണ്ടും ഓരോന്ന് മറന്നിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ പോയിട്ട് പോലും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ എടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തോ, ആരെങ്കിലും പോണവർക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരം ആയിക്കോളുമല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അന്ന് പിന്നെ എനിക്ക് തീരെ സുഖമില്ല, തലകറക്കമാണ്. ബെഡിൽ നിന്ന് പെട്ടെന്ന് എണീറ്റാലോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലോ ഇപ്പോൾ പെട്ടെന്ന് മക്കളോട് ഒച്ചിട്ട് സംസാരിച്ചാലോ അവരെ വിളിച്ചാലൊക്കെ തലകറങ്ങും. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഈ ബെഡിൽ ഇരിക്കല്ലാതെ എനിക്ക് ശരിക്കും ഒന്നും ചെയ്തു കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബെഡിൽ അവിടെ ഇരുന്നിട്ട് ക്യാമറ അങ്ങനെ ഓണാക്കി വെച്ചത് മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവർ പാക്ക് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അനിയത്തി വന്നതുകൊണ്ട് പിന്നെ പാക്കിങ്ങിന് അവളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ മൂത്ത നാത്തൂനും ചെറിയ നാത്തൂനും എല്ലാവരും ഓരോ കാര്യങ്ങൾക്കെല്ലാം എല്ലാവരും ചെയ്തു കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ സൈഡിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ജസ്റ്റ് നോക്കി പറഞ്ഞു ഒക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് അവരുടെ ഹിജാബ്. അപ്പോൾ അത് ഇട്ട് നോക്കായിരുന്നു. അപ്പോൾ അത് നല്ല ലൂസായിരുന്നു കേട്ടോ. അങ്ങനെ ലൂസായപ്പോൾ പിന്നെ അത് ഇട്ട് നോക്കിയിട്ട് വേഗം അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അവിടെ കൊടുത്തു. പിന്നെ അവിടേക്ക് ഇടാനും വേണ്ടിയിട്ട് ഫുൾ സ്ലീവിൻ്റെ കുറച്ച് നൈറ്റീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പോയതിന് ശേഷമാണ് പറഞ്ഞത്, ശരിക്കും ഫുൾ സ്ലീവ് തന്നെ വേണമെന്നൊന്നുമില്ല, അവിടെ നല്ല ചൂടാണ്, നമ്മൾ എന്തായാലും പർദ്ദ ഇടുമല്ലോ, അപ്പോൾ സാധാ ഇടുന്ന പോലെ വീട്ടിലിടുന്ന പോലെയുള്ള നൈറ്റീസ് എടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നൈറ്റ് ഇട്ടിട്ട് എന്തായാലും ഹറമിലേക്ക് പോകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത്യാവശ്യം അവർ യൂസ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും അതുപോലെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം വാങ്ങി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ 3 ദിവസത്തിനുള്ളത് ലഗേജിലേക്ക് ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ബാഗിലേക്കൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാനാണ് ചെയ്ത് കൊടുക്കുക. എനിക്ക് തീരെ വയ്യായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തലറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് എണീറ്റിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. ചെറിയ കാര്യങ്ങൾ, വലുതൊന്നുമല്ല. പിന്നെ ആ ഒരു ബാഗിൽ തന്നെ കുറച്ച് ടിഷ്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചു. കാരണം മറ്റതൊക്കെ ലഗേജിലാവുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ടിഷ്യൂൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെഡിക്കൽ കിറ്റിൻ്റെ കൂടെ ടിഷ്യൂ, പിന്നെ ചെറുത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അത്യാവശ്യം വേണ്ടത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് പെട്ടെന്ന് തലവേദനയോ അങ്ങനെയൊക്കെ വെക്കുന്ന പോലെ. പിന്നെ കയ്യിൽ അതുപോലൊരു ബാഗ് ഉണ്ടാവും. ഇതിൽ ഇവരുടെ പാസ്പോർട്ട്, പ്രിസ്ക്രിപ്ഷൻ, പിന്നെ അതുപോലെയുള്ള ഇവരുടെ ടാഗ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ കുറച്ച് എന്തെങ്കിലും സ്നാക്സ്, അമ്മക്ക് ഷുഗറിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വിശക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ സ്നാക്സ് പോലെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതുപോലെ പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ടി വരുന്ന മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വെക്കാൻ പറഞ്ഞു. കാരണം ഇവർ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഈ ഒരു ചെറിയ ബാഗായിരിക്കും. പിന്നെ സ്പൂണ്, നെയിൽ കട്ടർ, അതെന്തോ ഒരു മെഡിസിനാണ്. പിന്നെ തലവേദനയ്ക്കുള്ളത് ബ്രഷ്, ഫോർക്ക്, അത്യാവശ്യം വേണം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കരുതണം. പിന്നെ അമ്മക്ക് സ്പെക്സ് വേണം, അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുളിക്കാനുള്ള ചകിരി കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പക്ഷേ ആക്ച്വലി ചകിരി ഒന്നും വേണ്ട തോന്നുന്നു, അവരെന്തായാലും താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും. പിന്നെ കുറച്ച് ക്യാപ്പുകൾ, ഹാൻഡ് സ്ലീവിന് ഇടാനുള്ള സംഭവം, സോക്സ്, പിന്നെ അയൽ കെട്ടാനുള്ള ഇത്. പിന്നെ ഈ ഒരു സോക്സ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ, എനിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പിന്നെ എല്ലിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ അത്. പിന്നെ ക്ലിപ്പ് മുടി മേലെ കെട്ടി വെക്കാൻ, അല്ലെങ്കിൽ താഴെ കാണുമല്ലോ. പിന്നെ സോപ്പ്, ഒരു സിസർ, കത്രിക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം കൂടെ, അതേ മാസ്ക് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ തസ്ബീ ഇല്ലേ അത്.
പിന്നെ ഇതേ പേസ്റ്റ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ സൗണ്ട് എന്താണ് മാറ്റുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ കുറേ നേരം ഇങ്ങനെ കുറച്ച് എന്താ പറയുക കരച്ചിലും പിടിച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റേതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മെഡിക്കൽ കിറ്റിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ കുട്ടികളെല്ലാവരും കുറേ നേരം അവർ അമ്മ പോവാണെന്ന് പറഞ്ഞിട്ട് കരയും. പിന്നെ കുറച്ച് നേരം എല്ലാ കുട്ടികളും കൂടെ വന്നപ്പോൾ എല്ലാവരും കൂടെ കളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോഴേക്കും അമ്മ കുറച്ച് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് മൂത്ത നാത്തൂന് ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പോയാൽ ചിലപ്പോൾ എല്ലാ സമയം എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ എപ്പോഴും കരുതി വെക്കാൻ, എപ്പോഴും മീൻസ് കുറച്ച് ദിവസങ്ങൾക്ക് അങ്ങനെ കരുതി വെക്കാൻ. പോയ സ്റ്റാർട്ടിങ്ങിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അമ്മ എന്ന് പറയുമ്പോൾ ലൈഫിൽ ഇന്നേ വരെ ഒറ്റയ്ക്ക് ഒരു ഡോക്ടർക്ക് പോലും ഓട്ടോയിൽ പോലും ഒറ്റയ്ക്ക് പോകാത്ത ഒരാളാണ്. റോട്ടിൽ കൂടെ ഒറ്റയ്ക്ക് നടക്കാൻ പോലും മടിയും അല്ലെങ്കിൽ നാണക്കേടും പേടിയും ഒക്കെ ഉള്ള ആളാണ്. വല്ല ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഫ്ലോറിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും പേടിയാണ്. മിസ്സായി പോവും, എനിക്ക് ആരെങ്കിലും എപ്പോഴും വേണം എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് നല്ല ആ ഒരു ബേജാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ വേണം, നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. പക്ഷേ വലിയ എമൗണ്ടൊക്കെ ആണല്ലോ ഹജ്ജിന് പോണതിന്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ ഉംറക്ക് പോകണമെന്ന് വിചാരിച്ച് പാസ്പോർട്ടൊക്കെ കുറേ തപ്പി നോക്കിയ സമയത്താണ് നമ്മുടെ പാസ്പോർട്ട് കാണാനില്ലാതിരുന്നത്. ഞാൻ ആ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല ഓർമ്മയോട് കൂടി ചിട്ടി ബുക്ക്, പാസ്പോർട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിലിട്ട് വെച്ച് ഇതായിരുന്നു. പക്ഷെ പാസ്പോർട്ട് മാത്രം കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് അതെനിക്ക് കിട്ടി വേറൊരു ഭാഗത്ത് നിന്ന്. അങ്ങനെ ആ സംഭവം കിട്ടി. പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് അപേക്ഷിക്കും എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ എനിക്ക് പാസ്പോർട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. പിന്നെ അതേ ബാഗ് പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് കയറ് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ എടുത്ത് ഇടുന്ന സമയത്ത് സിബ് കാര്യങ്ങൾ പൊട്ടിയാൽ ഉള്ളിൽ നിന്ന് എല്ലാം പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് കയറ് വെച്ച് കെട്ടുന്നതാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ മീൻസ് പുലർച്ചയ്ക്കാണ് പോകുന്നത്. 4 മണിക്കാണ് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികളെ എണീപ്പിച്ച് അവരൊക്കെ റെഡിയാക്കി മേലൊക്കെ കഴുകി അവരെല്ലാം റെഡിയായി നിൽക്കുകയാണ്. വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു വണ്ടി പിടിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഹയാനും ഉറക്കമപ്പിൽ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ രാത്രി ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഞാനും അമ്മയും റൂമിൽ കിടന്നത് കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും, സോ അമ്മനെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന്. അമ്മ വിചാരിച്ച് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ട് ഒരു 2:30-3 മണിക്കുണ്ട് നാത്തൂന്മാർ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായത്. അവർക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കുറേ നേരം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു. അതിന് ശേഷം അമ്മക്ക് നല്ല ടെൻഷനാണ്, എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകണോ അല്ലെങ്കിൽ അങ്ങനെ. എനിക്കും ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ അധികം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ ഭയങ്കര സങ്കടത്തിലാണ്. അയ്യോ എൻ്റെ മകളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകണു, അല്ലെങ്കിൽ ചെറിയ കുട്ടീനെ വിട്ടിട്ട് പോകണ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ എനിക്കൊരു നല്ലൊരു സമാധാനത്തോടെയുള്ള ഒരു ലൈഫ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന, അല്ലെങ്കിൽ ഇനിയെങ്കിലും അങ്ങോട്ട് സമാധാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ അമ്മ ആണ് എന്ന് വേണം പറയാൻ. കാരണം ഇപ്പം എല്ലാവരും പറയും നീ സമ്പാദിക്ക്, നീ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്ക്, മക്കൾക്ക് വേണ്ടിയിട്ട് ഇനി നല്ലൊരു വരുമാനം കണ്ടെത്ത്, സ്ഥിര വരുമാനം കണ്ടെത്ത് എന്ന് പറയും. ഇതുവരെയും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അത് വേറെ കാര്യം. അങ്ങനെ പറയുമ്പോഴും എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ നിൻ്റെ ആരോഗ്യം നോക്ക്, ഏത് കാലവും നീ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നടന്നിരുന്നാൽ നിൻ്റെ ആരോഗ്യം നശിക്കും, നീ ശരിക്കൊന്ന് ഉറങ്ങ്, നീ നേരത്തിനൊന്ന് ഭക്ഷണം കഴിക്കുക, നീ ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കാണ്ട് എല്ലാം സ്മൂത്തായിട്ട് പോണ പോലൊരു ലൈഫ് ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ഒരേ ഒരാൾ അമ്മ മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്ഥിര വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്തോ ഇതിനു മുമ്പ് സ്ഥിര വരുമാനം ഞാൻ ഉണ്ടാക്കാതെ വെറുതെ ഇരുന്ന് തിന്നണ പോലെയെന്ന് നമുക്ക് തോന്നും. ഇതുവരെയും ഞാൻ തന്നെയായിരുന്നു, ഇനി അങ്ങോട്ട് ഞാൻ തന്നെയാണ് എന്നുള്ളത് പഠിച്ചോന്ന് ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ. എനിക്ക് കുറേ ടെൻഷൻസും കാര്യങ്ങളും ഉണ്ട്.
ഇപ്പോൾ റനക്കുട്ടീൻ്റെ +2 കഴിഞ്ഞു. അത് ഞാൻ 3-4 കൊല്ലം മുമ്പ് തന്നെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അവൾ +2 കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കാര്യങ്ങൾ വേണ്ടി വരും, ആ സമയത്ത് ബുദ്ധിമുട്ടും, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കാതാവുമ്പോൾ അത് നടക്കാതാവും. അതിൻ്റെ ഭവിഷ്യത്തും ഞാൻ തന്നെ ആയിരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അമ്മക്ക് നല്ല വേവലാതിയും വിഷമവും സങ്കടവും ഒക്കെ കൊണ്ടാണ് ഈ പോണത്. പോയിട്ട് നിനക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞില്ല. ആയുസ്സും ആരോഗ്യത്തോടു കൂടെ ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചൊന്നും ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് തിരിച്ച് നല്ല രീതിക്ക് കിട്ടിയാൽ മതി. കാരണം നമ്മളെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് സമാധാനം ഒരു ബേസിക്കായിട്ട് ഒരാൾക്ക്, ഒരു മനുഷ്യന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇപ്പം അമ്മ മാത്രമല്ലേ ഉള്ളൂ. ബസ്സിൽ വരുന്ന സമയത്ത് രണ്ടുപേരും കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് അമ്മ കുറേ ഇരുന്ന് കരഞ്ഞ്, അപ്പോൾ എനിക്കും കരച്ചിലൊക്കെ വരുന്ന, അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ബസ്സിലിരുന്ന് കരഞ്ഞിട്ടൊക്കെ ആണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ആളിങ്ങനെ പൊട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ നേരത്തും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഹയാൻകുട്ടി വീഡിയോ ഓണാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോ മെമ്മറി അല്ലേ, നമുക്ക് ഭാഗ്യമല്ലേ ഈ ഒരു റബ്ബിൻ്റെ വിളി കേട്ട് അങ്ങോട്ട് പോകുന്നത്. അതൊക്കെ ഒരു മെമ്മറി ആക്കി വെക്കുന്നത് അത്ര വലിയ തെറ്റായിട്ട് ഇനി ആരും വന്ന് പറയണ്ട കേട്ടോ. ആങ്ങളുടെ കുട്ടിയൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചുച്ചും ഒക്കെ ഇനി എപ്പോഴാണ് അമ്മ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്, ചുച്ചുക്കൊക്കെ എപ്പോഴും അമ്മാൻ്റെ കൂടെ നിൽക്കണം, അമ്മാൻ്റെ കൂടെ ഇരിക്കണം, അവിടെ പോയി നിൽക്കണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അത്രയും നേരം പിടിച്ചു നിന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്ന്, അതായത് മനസ്സിൽ കുറേ ആവലാതികളും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് അങ്ങനെ ഒരു ഇതുണ്ടാവുക. നമ്മൾ പുറത്ത് കാണിക്കാതിരിക്കാൻ മാക്സിമം അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും അതെ, ഒരുപാട് പേര് എന്നെപ്പോൾ അഹങ്കാരമാണ്, അവൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ വേറൊരു വശം ശരിക്കും പറഞ്ഞാൽ നിങ്ങളാരും അറിയാത്ത കേൾക്കാത്ത സംഭവം, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കാണിക്കാനും അല്ലെങ്കിൽ കേൾപ്പിക്കാനും ഒന്നും. അതുകൊണ്ട് ഞാനിങ്ങനെ ഓൾവേസ് ബോൾഡ് ആൻഡ് എന്താ പറയുക ഇതായിട്ടിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ വിഷമം കാണണം അല്ലെങ്കിൽ ഞാൻ തകർന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാണ്, നല്ലോണം ബുദ്ധിമുട്ടുണ്ട്, സീരിയസ്ലി നല്ലോണം. ഇത് ബുദ്ധിമുട്ട് എനിക്ക് പുതിയതായിട്ട് വന്നതല്ല, കൊല്ലങ്ങളായിട്ടുള്ളതാണ്. നിങ്ങളങ്ങനെ സന്തോഷിക്കേണ്ട. പക്ഷേ അതിൽ നിന്നൊക്കെ പിടിച്ച് നിൽക്കാനും അല്ലെങ്കിൽ ഒരു പടി പോലും ഇപ്പോൾ മക്കളുടെ ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്താതെ നമ്മൾ ഓരോന്നും ചെയ്യുന്നതും ഞാൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ആരും പൈസയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, അമ്മ പോകുമ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ ആരുമില്ല, ഇനിയിപ്പോൾ ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പറയാനോ ഒന്നും ആരുമില്ല എന്നുള്ള പോലൊരു ഫീലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അമ്മ പോകുമ്പോൾ ഇപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞത്, ഞാനില്ലെങ്കിലും എൻ്റെ മകളെ വിളിക്കണം, എൻ്റെ മോളെ വിളിച്ച് ചോദിക്കണം, അവളെ പോയി കാണണം എന്നൊക്കെ നാത്തൂന്മാരത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ഉമ്മമാർക്ക് എല്ലാവർക്കും പഠിച്ചോൻ ആയുസ്സും ആരോഗ്യം നീട്ടിക്കൊടുക്കട്ടെ. അവർ ശരിക്കും ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം ഉള്ളൂ നമ്മൾ മക്കൾ എന്ന നിലക്ക് നമുക്ക് ഉള്ള കുറേ എന്തൊക്കെയോ ഒരു ധൈര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അമ്മക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ, അവിടെ ഒറ്റയ്ക്ക് പോയി എന്താവോ ഏതാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, റബ്ബിൻ്റെയിൽ തവക്കൽ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങാൻ ഒരു കുഴപ്പമുണ്ടാവില്ല, ബാക്കിയെല്ലാം പഠിച്ചോനെ എളുപ്പമാക്കി തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ അമ്മ പോയിട്ട് കുറേ ദിവസങ്ങളായി. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് പോലും കേട്ടോ. കുറേ ഒന്ന് സെറ്റായി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പോയിട്ട് ഓൾമോസ്റ്റ് 10 ദിവസത്തിന് മുകളിൽ ആയിട്ടുണ്ട്. ആളവിടെ സേഫാണ്. പക്ഷെ പോയ ഉടനെ കാലിൽ രണ്ടും നീരും കാര്യങ്ങളും വീക്കും കാലുവേദനയും അങ്ങനത്തെ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോഴും പറഞ്ഞു, നീ ഉണ്ടായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു, വേണ്ടപ്പെട്ട ആരെങ്കിലും വേണം, അല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് മേലിന്ന് താഴെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മക്ക് മേലെ ഏത് ഫ്ലോറാണ് ഏത് റൂമാണ് എങ്ങനെ പോകണം ഇതൊക്കെ ആകെ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ ഒരിക്കൽ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഇച്ചുബേബി നല്ലോണം കരയുന്നുണ്ട് കേട്ടോ അമ്മ പോകണമെന്ന് പറഞ്ഞിട്ട്. അവൾക്ക് പൊതുവെ അമ്മ വീട്ടിൽ വന്നിട്ട് പോവുകയാണെങ്കിലും അവൾക്ക് ഭയങ്കര സങ്കടമാണ്. അമ്മ പോകണ്ട, ഞങ്ങളുടെ കൂടെ ഇരിക്കുക, എപ്പോഴാണ് വരിക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോൾ അവൾക്ക് നല്ല സങ്കടം കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അവളും കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങി. ലാസ്റ്റ് വരെയും അമ്മ അതിൻ്റെ ഉള്ളിൽ കയറുന്ന വരെയും ഞാൻ കൂടെ തന്നെ നിന്നു കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആൾ ആകെ ഡെസ്പായി പോകുന്നുണ്ട്. പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ചാച്ചാൻ്റെ മോനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും അവനെ കാണാനോ എടുക്കാനോ ഒക്കെ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഹോട്ടലിൽ എത്തിയതിന് ശേഷം പിന്നെ അവൻ അധികം കാണാൻ പറ്റുന്നില്ല. ആണുങ്ങൾ വേറെ സെക്ഷൻ, പെണ്ണുങ്ങൾ വേറെ സെക്ഷൻ ആയതുകൊണ്ട് തീരെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ആൾക്കൊരു വിഷമം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ആദ്യത്തെ പോലെ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും എൻ്റെ ഹെൽത്ത് നോക്കണം എന്നുള്ള ഒരു ഇതും കൂടെ എനിക്കുണ്ട്. കാരണം ഇത്രയും കാലം ഒന്നും നോക്കാതെ എല്ലാം ഓടിപ്പാഞ്ഞ് ചെയ്തിട്ട് ഇപ്പം എന്താ ഇപ്പോൾ കാര്യം. എനിക്ക് പേഴ്സണലി വലിയ ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ചുറ്റുമുള്ളവർ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മൾ എത്ര വീഡിയോ കുറച്ചിട്ടാലും അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും ഇട്ടാലും ഒക്കെ കുറേ ആൾക്കാർ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പെണ്ണ് തനിച്ച് ഒരു ഫാമിലി നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവൾ അങ്ങോട്ട് നശിക്കണം, നശിച്ച് കാണണം. അതാണ് ഈ യൂണിവേഴ്സൽ നിയമം എന്നുള്ള പോലെ കുറേ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ഒന്നല്ല. നല്ല ടഫ് തന്നെയാണ്. ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒക്കെ ഈ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ജീവിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു പെണ്ണിന് പിടിച്ചു നിൽക്കാൻ നല്ല പ്രയാസമാണ്. അത് ഞാൻ ഇന്നോ ഇന്നലെയോ നിങ്ങൾ കാണുന്ന പോലെ ഈ 3-4-5-6 മാസത്തിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും തുടങ്ങിയതോ അല്ല, കുറേ കാലമായി. അതുകൊണ്ട് തകർക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും. പക്ഷെ ഞാൻ അതിന് അത്യാവശ്യം നല്ലോണം ഫിസിക്കലി മെൻ്റലി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ആദ്യമായിട്ടുള്ള ബുദ്ധിമുട്ടും അല്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും മനുഷ്യത്വവും കാരുണ്യം കാണിക്കുക. ഒന്നുമില്ലെങ്കിലും എന്നെ പ്രതീക്ഷിച്ച് ഒരു 6 ജീവനുകൾ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ തകരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തകരമൊന്നുമില്ല. ബട്ട് എങ്കിലും കാണുമ്പോൾ എന്താണ് മനുഷ്യന്മാരുടെ ഇങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു ചിന്താഗതി എന്ന് തോന്നിപ്പോവാണ്. അങ്ങനെ അമ്മ പോയതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി കുറേ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ, മരുന്ന് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ദിവസങ്ങൾ പോകുന്നത്.